ഹായ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ന്യൂസ് കോൺസെപ്റ്റ്സ് ആൻഡ് ഐ എം അർജുൻ ആർ ശങ്കർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് ജെയിൻ ഗുഡാൽ. ലോകത്ത് ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. കാരണം അത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്, ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുക. അങ്ങനെ ഒരു വ്യക്തിയാണ് ജെയിൻ ഗുഡാൽ. നമ്മളിൽ പല ആൾക്കാർക്കും ഇവരെ പരിചയമുണ്ടാവും, ഇവർ ടി വിയിലും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിമ്പാൻസീസിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചവരാണിവർ. ഇവർ ഈ അടുത്ത് മരണപ്പെട്ടു, 91 വയസ്സുണ്ടായിരുന്നു. സോ തൻ്റെ ഏകദേശം 60 വർഷത്തോളം ജീവിതത്തിൽ മുഴുവൻ ചിമ്പാൻസീസിനെ കുറിച്ച് പഠിക്കാനും, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്, സോ ആ എവല്യൂഷൻ ഉണ്ടെങ്കിൽ അതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും, അതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സയൻറ്റിഫിക് കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയാണ് ഇവരുടെ ജീവിതം മാറ്റിവെച്ചത്. സോ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇവരുടെ ഡെത്തിന് ശേഷം ഞാൻ വിചാരിച്ചു ജെയിൻ ഗുഡാലിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടും ഇവരുടെ എന്തായിരുന്നു ഇവരുടെ കോൺട്രിബ്യൂഷൻ, ചിമ്പാൻസീസിന് വേണ്ടി എന്തൊക്കെയാണ് ഇവർ ചെയ്തതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ പറയപ്പെടുന്നത് ഇതാണ്, ലോകത്ത് ഒരാളും ചിമ്പാൻസീസിനെ ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. തിരിച്ചും ചിമ്പാൻസീസും ഒരു മനുഷ്യനായിട്ട് ഇത്രയും കൂടുതൽ ഒരു ചിമ്പാൻസിയും ഇൻട്രാക്ട് ചെയ്തിട്ടും ഉണ്ടാവില്ല. സോ എന്തുകൊണ്ടാണ് ചിമ്പാൻസീസിന് വേണ്ടി ഇത്രയും ജീവിതം മാറ്റി വെച്ചെന്നുള്ളതും വലിയൊരു കൗതുകരമായിട്ടുള്ള കാര്യമാണ്. സോ 1930 ഇവരുടെ ജനനം. അതിനുശേഷം ഫോർമലായിട്ട് പറയത്തക്ക ഒരു ഡിഗ്രി പോലും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആനിമൽസിനോട് ഭയങ്കരധികം ഇഷ്ടം തോന്നിയിട്ടാണ് ഇവർ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ കാര്യം. സോ ജെയിൻ ഗുഡാലിൻ്റെ പഴയ പിക്ചേഴ്സാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. സോ പഴയ ജെയിൻ ഗുഡാലിനെയും പുതിയ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് നമ്മൾ കാണിക്കുന്നത്. ചിമ്പാൻസീസിനോട് അത്ര സ്നേഹമായിരുന്നു ഇവർക്ക്. തിരിച്ചും ചിമ്പാൻസീസിനും ഇവരോട് അത്ര സ്നേഹമായിരുന്നു. ഇവർക്ക് ഇവരുടെ ഭാഷ, സംസാരിക്കുന്ന രീതി, നടത്തം ഒക്കെ ഇവർക്ക് ഡീകോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ ഒരുപാട് ചിമ്പാൻസീസിനെ അഡോപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. സോ ഇവരുടെ ഒരു ഗ്ലോബൽ ഐക്കൺ തന്നെയാണ്. പിന്നെ ഇത്രയും വർഷം കാലയളവ് നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡി വേറെ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക്. 60 വർഷമൊക്കെ ഒരു ആനിമൽ സ്പീഷീനെ കുറിച്ച് മാത്രം പഠിക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. ഇവരുടെ ജനനം നേരത്തെ പറഞ്ഞു 1934 ലണ്ടനിലാണ് വന്നത്. ചെറുപ്പം മുതലേ ആനിമൽസിനോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ടാർസൻ ഓഫ് ദി ഏപ്സ്, ടാർസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവർക്ക് ആനിമൽസിനോട് സ്നേഹം തോന്നാനുള്ള വലിയൊരു ഇൻസ്പിറേഷൻ ടാർസൻ ആയിരുന്നു. അതേപോലെ തന്നെ ദ സ്റ്റോറി ഓഫ് ഡോക്ടർ ഡൂലിറ്റിൽ എന്ന് പറയുന്ന ഈ 2 പുസ്തകങ്ങളാണ് ജെയിൻ ഗുഡാലിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ആനിമൽസിനെ കുറിച്ചിട്ട് പഠിക്കാനും പ്രത്യേകിച്ച് ആനിമൽസിനോടൊരു ഇഷ്ടം ഉണ്ടാക്കി കൊടുത്ത പുസ്തകങ്ങൾ വേണം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ചെറിയ പ്രായം തൊട്ടേ ഇവർ അതിലേക്ക് ഒരു റിസർച്ചിന് വേണ്ടി ഇവർ ജീവിതം മൊത്തം മാറ്റി വയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയാണ്. സോ അമ്മ വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ട് ഇവരുടെ ഈ റിസർച്ച് പ്രോസസ്സിൽ. സോ ഇതെല്ലാം തുടങ്ങുന്നത് ദ ഗോംബെ പാർക്കാണ്. സോ തൻസാനിയയിലുള്ള ഫേമസ് പാർക്കാണ് ഈ ഗോംബെ പാർക്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചിമ്പാൻസീസ് ആയിട്ട് ഇവർ ഇൻട്രാക്ഷൻ നടത്തിയതും ഇവരുടെ പഠനങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുള്ളത് ഈ ഗോംബെ നാഷണൽ പാർക്കിലാണ്. നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഇവിടെ ഇഷ്ടം പോലെ ചിംസിനെ നമുക്ക് കാണാൻ പറ്റും. സോ ചെറിയ പ്രായം 20കളിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഇവർ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചെന്നാണ് നമുക്ക് പറയുന്നത്. ഇവർ ചെറിയ ചെറിയ ടെൻറ്റുകളിൽ താമസിച്ച് ആദ്യമൊക്കെ ചിമ്പാൻസീസിൻ്റെ മൂവ്മെൻറ്റ്സ് കണ്ടുപിടിച്ച് ഇവരെങ്ങനെയാണ് ഇത് ജീവിക്കുന്നതെന്നൊക്കെയോ കണ്ട് മനസ്സിലാക്കിയാണ് ഇവരെല്ലാം ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് പഠിച്ചെടുത്തത്. ഇവരുടെ നടക്കുന്ന രീതി, ഇവർ സംസാരിക്കുന്ന രീതി, ഇവരുടെ ഭാഷ, ഇവർക്ക് എന്തെങ്കിലും ഭാഷയുണ്ടോ, സംസാരിക്കുന്ന ഋതമൊക്കെ ഇവർ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇവർക്ക് നന്നായിട്ടത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു ജെയിൻ ഗുഡാലിന്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ജെയിൻ ഗുഡാലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുവെ ആനിമൽസിന് നമ്പേഴ്സാണ് കൊടുക്കുന്നത്. C1, T31 എന്നൊക്കെ പറയുന്ന ഓരോ ചിമ്പാൻസീസിന് ഓരോ നമ്പേഴ്സാണ് ഇവർ കൊടുത്തിരുന്നത്. പക്ഷേ ജെയിൻ ഗുഡാലിന് ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇവർ ഓരോരുത്തർക്കും പേര് കൊടുത്തു. ഇപ്പോൾ ഫ്ലോ, ഡേവിഡ് ഗ്രേബർഡ്, ഗോലിയത്ത്, ഫിഫി എന്ന് പറയുന്നത് ഇത് ഭയങ്കര അൺകൺവെൻഷനൽ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ആനിമൽസിനെ പേരിട്ട് വിളിച്ചപ്പോൾ ഇവർ ആനിമൽസിനെ നമ്പർ ഇട്ട് വിളിച്ചിരുന്നതിന് പകരം പേരെടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ അത് വലിയൊരു അടുപ്പം ആനിമൽസിനോട് തോന്നി. പക്ഷേ ഇവിടെയാണ് സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്ന മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ജെയിൻ ഗുഡാലിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ ജെയിൻ ഗുഡാലിൻ്റെ റിസർച്ചിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. കാരണം ഇവർ ആനിമൽസായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്. അതൊരു നെഗറ്റീവായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് കാരണം നമുക്ക് പലപ്പോഴും സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാതെ വരുന്നുണ്ട് എന്നുള്ളൊരു പോസിബിലിറ്റിയും കൂടെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവരുടെ പഠനം ഒരുപാട് രീതിയിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. മെയിൻലി ആനിമൽസ് എല്ലാം, ഈ ചിമ്പാൻസീസ് എല്ലാം നോൺ വെജ് ആണ്. ഇവർക്ക് ടൂൾസ് ഉണ്ടാക്കാൻ സാധിക്കും. മനുഷ്യനെ പോലെ തന്നെ ഈ ടെർമൈറ്റ്സിനെ കൊല്ലാനും
ലീഫ് കളക്ട് ചെയ്യാനൊക്കെ ഇവർക്ക് പ്രത്യേകതരം ടൂൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് എന്നുള്ള കണ്ടുപിടുത്തമൊക്കെ ഇവരുടെ ജെയിൻ ഗുഡലിൻ്റെ തന്നെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഇവരുടെ മേജർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ദ ജെയിൻ ഗുഡൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദ ജെയിൻ ഗുഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1977 തുടങ്ങിയതാണ്. ഇതിനു വേണ്ടി ഈ റിസർച്ചിന് വേണ്ടി തുടങ്ങിയതാണ്. അതോടൊപ്പം തന്നെ ഫേമസ് ആയിട്ടുള്ള ദ റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് പ്രോഗ്രാം എന്ന് പറയുന്ന 1991 വന്ന പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് ജെയിൻ ഗുഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് കൂടുതലും ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിയത്. അപ്പോൾ ഇതിനൊക്കെ ഫണ്ട് വളരെ പ്രധാനമാണ്. ആദ്യകാലത്തൊക്കെ ഇവർ വെയിട്രസ് ആയിട്ടൊക്കെ ജോലി ചെയ്യായിരുന്നു. ആഫ്രിക്കയിലൊക്കെ പോയി, ആഫ്രിക്കയായിരുന്നല്ലോ ഇതിന് ഏറ്റവും നല്ല സ്ഥലമുള്ളതുകൊണ്ട് ഇവർ ഗോംബെ പാർക്കിലൊക്കെ പോയപ്പോൾ ഇവർ ഹോട്ടലിലൊക്കെ വെയിട്രസ് ആയിട്ട് വർക്ക് ചെയ്ത് പാർട്ട് ടൈം കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ റിസർച്ച് ഫണ്ട് ചെയ്തിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഇവർക്ക് കൂടുതൽ ഡിഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ന് പറയുന്ന പോലെ PhD കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 40ഓളം യൂണിവേഴ്സിറ്റി ഡിഗ്രികളും ഡോക്ടറേറ്റൊക്കെ ഇവർക്ക് കൺഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവരുടെ കോൺട്രിബ്യൂഷന് വേണ്ടി. സോ പിന്നെ പ്രധാനപ്പെട്ട ഇവരുടെ ലൈഫിൽ വന്ന പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് ലൂയി ലീക്കി എന്ന് പറയുന്ന ദ വേൾഡ്സ് മോസ്റ്റ് ഫേമസ് പാലിയൻറ്റോളജിസ്റ്റ് ആണ്. ലൂയി ലീക്കി ഒരു വേൾഡ് ഫേമസ് പാലിയൻറ്റോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാദ്യം ജെയിൻ ഗുഡൽ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് ഈ ആനിമൽസിനോടുള്ള പാഷൻ കൊണ്ട് ലൂയി ലീക്കിയുടെ കൂടെ ജോലി ചെയ്യാനാണ് വന്നത്. അങ്ങനെയാണ് ഇവർ കെനിയയിൽ വന്ന് നൈറോബിയിൽ വന്ന് ഇവരുടെ നൈറോബി മ്യൂസിയത്തിലൊക്കെ വർക്ക് ചെയ്ത് ഇവരുടെ എക്സ്കവേഷൻ എക്സ്പെഡീഷൻ മിഷൻസിലൊക്കെ പങ്കെടുത്താണ് ഇവർ ജെയിൻ ഗുഡൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെയാണ് പിന്നീട് ഇവർ തൻസാനിയയിലേക്ക് പോയി, ഗോംബെ പാർക്കിൽ പോയി ഇവർ വലിയൊരു ചിമ്പാൻസി സ്റ്റഡി നടത്തിയത്. പിന്നെ പ്രധാനപ്പെട്ട ഇതിൽ ക്രിറ്റിസിസം പറയുന്നതാണ് ആന്ത്രോമോർഫിസം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഇവർ ചിമ്പാൻസിക്ക് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ എവിടെയോ ഇതിൽ പറയുന്നുണ്ട്, ഇവർ കുറേ വാക്കുകൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിമ്പാൻസിക്ക് ചൈൽഡ്ഹുഡ് ഉണ്ട്, അഡോളസൻസ് ഉണ്ട്, മോട്ടിവേഷൻ, എക്സൈറ്റ്മെൻറ്റ്, മൂഡ് ഷിഫ്റ്റ്. ഒരു മനുഷ്യന് കൊടുക്കുന്ന എല്ലാ പരിവേഷവും ചിമ്പാൻസിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ടു മച്ച് അറ്റാച്ച്ഡ് ആണ്. ഇവർ ആനിമൽസിനോട് ടു മച്ച് അറ്റാച്ച്മെൻറ്റ് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റഡി സയൻറ്റിഫിക് അല്ല. ഇവരുടെ ഇഷ്ടം സയൻറ്റിഫിക് സ്റ്റഡീനെ ഓവർ ഷാഡോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ആനിമൽസിനെ പോലെ തന്നെ ഹ്യൂമൻസിനെ, ഈ ചിമ്പാൻസീസിന് മനുഷ്യനെ പോലെ തന്നെയുള്ള സ്കില്ലുകളുണ്ട്, പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ട്. ഇതൊക്കെ വലിയൊരു നെഗറ്റീവ് ആയിട്ടാണ് ഇവർ പറഞ്ഞിരുന്നത്. സോ അതാണ് ഈ സയൻറ്റിഫിക് സ്കെപ്റ്റിസിസം. ക്രിറ്റിക്സ് പറയുന്നത് ഈ ആനിമൽസിനോടുള്ള അടുപ്പം കാരണം ഇവരുടെ സയൻറ്റിഫിക് സ്റ്റഡീസ് വേണ്ടത്ര കറക്റ്റ് അക്യുറേറ്റ് അല്ല എന്നാണ് ഒരു വലിയ ക്രിറ്റിസിസം ഇവിടെ ഉള്ളത്. എന്തായാലും ചിമ്പാൻസീസിൻ്റെ അത്രയും അധികം ഒരു ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വ്യക്തിയാണ് ജെയിൻ ഗുഡൽ. ദ ഫേമസ് കാർട്ടൂൺ സ്ട്രിപ്പ് സിംപ്സൺസ് എന്ന് പറയുന്ന ഫേമസ് കാർട്ടൂൺ സ്ട്രിപ്സിലും ഇവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇവർ തന്നെയാണ് ഇതിൽ ശബ്ദവും കൊടുത്തിരിക്കുന്നത്. ചിമ്പാൻസീസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സീരീസിലാണ്. സോ എന്തായാലും ഒരു വ്യക്തി 60 വർഷത്തോളം അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ചെറിയൊരു കാര്യമല്ല. സോ ജെയിൻ ഗുഡലിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഷെയർ ചെയ്യാൻ സാധിച്ചു. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ന്യൂസ് കോൺസെപ്റ്റ്സിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS ഫാക്ടേഴ്സ് ന്യൂസ് കോൺസെപ്റ്റ്സ്.